ഞങ്ങളിന്ന് ആമിമോളും ഡാഡിയും കൂടെ ഇന്ന് ഇവിടെ മാഞ്ചസ്റ്ററിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിൽ ഇവളെയും കൊണ്ട് കളിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇതുപോലെ എല്ലാ മുനിസിപ്പാലിറ്റി ഏരിയസിലും ഓരോരോ പാർക്കുകളുണ്ട്. നടന്നോ? അപ്പോൾ ഇതാണ് പാർക്കിലോട്ട് പോകുന്ന വഴി. ആമി ഇതേ പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മടിച്ചാണ്. എനിക്ക് വയ്യാണ്ടായി, എന്നെ എടുക്കുന്ന എപ്പോഴും പറയും. ഇന്നെന്തോ നടത്തിക്കോ. ഞാൻ കുറച്ച് ദൂരമുള്ളൂ, ഒരുപാട് ദൂരമൊന്നും ഇല്ല പാർക്കിലോട്ട്, കുറച്ച് ദൂരം നടക്കാനുള്ളൂ. ഞങ്ങൾ പാർക്ക് എത്താറായി. 0.4 മൈലേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് പാർക്കിലോട്ട്. ഈ പോകുന്ന വഴിയും നല്ല രസമാണ്. സമ്മർ ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചുറ്റിലുള്ള ട്രീ ഉണ്ട് ഈ പോകുന്ന വഴിയിൽ. ഞാൻ കാണിച്ചു തരാം. വേണ്ട, സൈഡിലെല്ലാം ചെറിയ ചെറിയ ട്രീകളുണ്ട്. ഈ ട്രീമെല്ലാം ഈ ചില്ലകൾക്ക് പകരം നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും. കണ്ട ഈ ട്രീ കണ്ട, ഈ ട്രീ എല്ലാം ഫുള്ള് പൂക്കളായിരിക്കും. അത് പിങ്ക് ഇതൊക്കെ കളറുള്ള പൂക്കളായിരിക്കും. അവള് പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര മടിച്ചാ. ഞാൻ എന്തൊക്കെയോ ഡായ്പ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുവാ. അല്ലെങ്കിൽ എടുക്കാൻ പറയും. പാർക്കിലേക്ക് ഞങ്ങൾ എൻ്ററായി. പാർക്കിൻ്റെത് എൻട്രൻസ് ഇങ്ങനെയാണ്. ഇവിടെ എല്ലാ ഭാഗത്തുനിന്നും എൻട്രൻസ് ഉണ്ട്. ഇതാണ് എൻട്രൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിട്ടയർമെൻറ്റ് ഏജിലുള്ള എല്ലാവരും രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്ന ഒരു ഏരിയ ഇത്. അവർ ഒരു വാക്ക്, ഈവനിങ് വാക്ക്, മോർണിംഗ് വാക്ക്, അങ്ങനെ. അപ്പോൾ ഹെൽത്തിനും ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി എല്ലാവരും ഭയങ്കര ഹെൽത്തിയാണ്. ഹെൽത്തി മീൻസ് ഈ ജിം വർക്കൗട്ടായാലും കാര്യങ്ങളായാലും എക്സസൈസ് ആയാലും എല്ലാത്തിനും ശ്രദ്ധിക്കുന്നവരാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പാർക്കുകളിലും ഒരു എക്സസൈസ്, ചെറിയൊരു ജിമ്മിന് വേണ്ട കാര്യങ്ങളൊക്കെയുള്ള ഒരു ചെറിയ സ്പേസ് ഇവർ ഇടാറുണ്ട്. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല, എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇവിടെ ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്ത് പിള്ളേർക്കുള്ള ബാസ്കറ്റ് ബോൾ കോർട്ട്, ഫുട്ബോൾ കോർട്ട്, അതുപോലെ കുട്ടികളുടെ ഊഞ്ഞാൽ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അതിപ്പോൾ ഞാൻ കാണിക്കുക. ആക്ച്വലി ഇവിടെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഇതെന്താണെന്ന് ഞാൻ ആക്ച്വലി നോക്കിയിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ട്. ഇങ്ങനെ കല്ലുകൾ ചുറ്റിലിങ്ങനെ വെച്ചിട്ട് ഇതെന്തിൻ്റെ സ്മാരകമാണെന്ന് ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാ. നമുക്കിന്ന് വേണമെങ്കിൽ പോയി നോക്കാം എന്തായാലും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇതൊന്ന് പോയി നോക്കിയാലോ ആമി? ഇത്ര നേരം എന്നോട് എടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം ഈ പരക്കം പാഞ്ഞു ഓടുന്നത്. ആ ഊഞ്ഞാലും ചെയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവൾ ഓടാണ്. ഇതേണ്ട, ഇതാണ് ആക്ച്വലി നല്ല ഭംഗിയുണ്ട്. ഇത് ഒരു എന്തോ സ്മാരകമാണ്. അതെന്തിൻ്റെ സ്മാരകമാണെന്നുള്ളത് ഇപ്പം നമുക്ക് നോക്കാം. അവള് ആമി വേണ്ട, ആമി നേരെ ഊഞ്ഞാലിൻ്റെ അവിടേക്ക് പോവാം. അവൾക്ക് ഇതൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് സംഭവം. പാർക്കിൻ്റെ പേരാണ് ക്രിങ്കിൾ പാർക്ക്. ഇതെന്താണ് സംഭവം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ആക്ച്വലി ചുമ്മാ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നില്ല. എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് മാത്രമാണ്. ഇവിടെ ആക്ച്വലി ഒരു സ്മാരകമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നോക്കിയാൽ എൻ്റെ മോൾക്ക് എന്നെയൊന്നും വേണ്ട. ഇപ്പോൾ അവൾ ഓടി നോക്കിയാൽ ഊഞ്ഞാലിൻ്റെ അവിടേക്ക് എത്ര അകലെയാണ് നോക്കണേ. ഞാനുണ്ടോ ബാക്കിൽ? ഒന്നും ഒരു പ്രശ്നമല്ല. അവൾ പോവാ അവളുടെ വഴിക്ക്. ഇതൊരു ബോക്സിങ് ക്ലബ്ബാണ്. ജിമ്മും ബോക്സിങ് ക്ലബ്ബൊക്കെ ആയിട്ടൊരു ഏരിയയാണ്. പാർക്കിൽ തന്നെയുള്ളതാണ്. ഇവിടെ ഒരു പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ജിമ്മ് മാത്രമുള്ള പരിപാടികൾ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജിമ്മിൽ പോകുന്ന ഒട്ടുമിക്ക ആളുകളും ബോക്സിങ് കോച്ചിങ് കൂടെ ചെയ്യുന്നുണ്ട്.
ഒട്ടുമിക്ക ആളുകളും ഇവിടെ ബോക്സിങ്ങിലും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അവിടെ എൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്യുന്ന 3-4 കൊളീഗ്സ് ബോക്സിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവളിത് അവളുടെ സ്പേസിൽ അവൾ കയറി ഊഞ്ഞാലുകളും ഇവിടെ കുറച്ച് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ ഊഞ്ഞാൽ, പിന്നെ ഈ റൗണ്ട് ചുറ്റുന്ന സാധനങ്ങൾ, പിന്നെ ഈ കളർ വെച്ച് ചെയ്യുന്നത്, മൗണ്ടൻ ഹൈക്കിങ് പോലത്തെ ചെറിയ സംഭവം, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ പിള്ളേരുകൾക്ക് പറ്റിയിട്ടുള്ള. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനങ്ങളിൽ ആദ്യം പിടിക്കത്തുള്ളൂ. ചെറിയ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യമേ വേണ്ട. എന്നാൽ അത് ചെയ്യും, അതുമില്ല, എന്നെ വിളിക്കും, ഡാഡി എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. ഇതാണ് ഉള്ള പരിപാടി. പിന്നെ ഒരു വെഗിളിത്തരാണ്, ഏതിൽ കയറണം എന്തിൽ കയറണം. ഒരു ഇതിൽ പോയി കയറത്തൊന്നുമില്ല, എല്ലാത്തിലും പോയി പിടിക്കും. അതാണ് ഇവളുടെ മെയിൻ ഹോബി. ഇപ്പം നോക്കിയാൽ അവൾ കയറുന്ന നോക്കിയേ, കണ്ട ഞാനുണ്ടോ പുറകിൽ, എന്നെ വിളിക്കുക പിടിക്കുക ഒന്നുമില്ല, എൻ്റെ മേലെ കയറിപ്പോയി. ഇതാണ് മുതൽ, ഫുൾ അഡ്വഞ്ചറാണ്, അഡ്വഞ്ചർ. കണ്ടാ ആമി ഹായ് പറഞ്ഞേ, ഹായ് ഹായ് ഹായ്. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ആ വെള്ളത്തിൽ നനഞ്ഞേ, അയ്യേ മൂട് നനഞ്ഞേ, മൂട് നനഞ്ഞ് തണുക്കണ്ട. അവള് ഊഞ്ഞാലാട്ടം തുടങ്ങി. കുറച്ച് നേരം ഊഞ്ഞാലാടും, അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുട്ബോൾ കളിക്കാനാണ് പ്ലാൻ. ഫുട്ബോൾ കളിക്കണം. എന്താ ചെയ്യുന്ന ആമി? പറയ് ആമി, എന്താ ചെയ്യുന്നതെന്ന് പറ. ഏത് കളിക്കണം? ഏത് ചെയ്യണം? ഏതാന്ന് പറ. അതാ, അത് ചെയ്യാലോ. അവള് പറയുന്നത് ഇതാണ്, ഈ കളർ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന പരിപാടി. ഇത് സോറി, അവള് പറയുന്ന സംഭവം ഇതാണ്, കളർ സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ആമിയും ഞാനും കൂടെ ഒരു ഊഞ്ഞാലാടുക. ഇതൊക്കെ തന്നെ പരിപാടി മുടക്കുള്ള ദിവസം. കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങുക, നമുക്ക് ഒരു റെസ്റ്റ് പരിപാടിയൊന്നുമില്ല. കൊച്ചായിട്ട് പുറത്തിറങ്ങുക, അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർ ഫുൾ TV അഡിക്ഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അവരുടെ കൂടെ മാക്സിമം കളിക്കാൻ ശ്രമിക്കുക. അതാണ് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള എല്ലാ പാരൻസും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഫുട്ബോൾ കളി തുടങ്ങാറായി. ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടിൽ കയറിയിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. അപ്പുറത്ത് വേറെ ആൾക്കാർ കളിക്കും. അവിടെ ഫുട്ബോൾ കോർട്ട് ഉണ്ട്, പക്ഷെ അത് അതിനകത്ത് വേറെ പിള്ളേർ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കോർട്ടിൽ ചുമ്മാ ബോൾ തട്ടി കളിക്കാൻ വേണ്ടി കയറിയത് ഞങ്ങൾ. അതിൻ്റെ ഉള്ളിലേക്ക് കളിക്കണേ, ഓടിക്കോ, പിടിച്ചു പിടിച്ചു പിടിച്ചോ പിടിച്ചോ പിടിച്ചു, വേഗം ഓടി അടിച്ചോ, പിടിച്ചോ പിടിച്ചോ. ഇതാണ് പാർക്കിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാടാ. ഇത് നമ്മുടെ ടെന്നീസ് കോർട്ട്, പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയ ടേബിൾ ടെന്നീസിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ആ ജിമ്മ് ചെയ്യേണ്ടവർക്ക് കുറച്ച് ആക്ടിവിറ്റീസുകൾ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഈ ചേച്ചി ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ആ സൈക്കിളിന്മേൽ ഒരു ചായക്കടയാണ്, ഇതിനകത്തെല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് ചായകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, ചെറിയ കടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതാണ് ഫുട്ബോൾ കോർട്ട്, ഇത് ബാസ്കറ്റ് ബോൾ കോർട്ട്. ഇത് ബാസ്കറ്റ് ബോളും ഉണ്ട്, ഫുട്ബോളും ഉണ്ട്. അവിടെ കുട്ടികളുടെ ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇത് നല്ല രീതിയിൽ ഒരു 2 ഏക്കർ സ്ഥലത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. 2 പുറത്തുണ്ടാവും. ഒരുപാട് ട്രീസ്, പൈൻ ട്രീസും കുറേ കാര്യങ്ങളുമായിട്ട് ഫുള്ള് ഗ്രീനറിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കിടക്കുവാണ്. അതായത് സൈക്ലിങ്ങിനും വാക്കിങ്ങിനും എല്ലാത്തിനും വേണ്ടി ഇവർ സെറ്റപ്പ് ചെയ്തിട്ടേക്കുന്നതാണ്. ഒരുപാട് ഏരിയ ഉണ്ട്, ചെറിയ ഏരിയ അല്ല, നല്ല ഏരിയാസ് ഉണ്ട്. പിന്നെ അതേ എൻ്റെ മുതലിവിടെ ഭയങ്കര ആക്റ്റീവായി. ഇപ്പോൾ ഫുട്ബോൾ കളിയാണ്. ഡാഡി പിടിക്കാൻ വരുന്നുണ്ട്, അപ്പം ഓടും. കണ്ടോ, ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്പം ഓടും, ബോളും കൊണ്ട് പാസ് ചെയ്ത് പോകും ഗോളടിക്കാൻ വേണ്ടി. ക്രിസ്മസിന് ഞങ്ങൾ ട്രീ അലങ്കരിക്കാൻ വേണ്ടി
എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് മേടിക്കും. ഇപ്രാവശ്യം ഞാൻ ഇവിടെ ഈ പൈൻ മരത്തിൻ്റെ ഇതുണ്ട്, കായുണ്ട്, അത് പറക്ക് കൂടാവുന്നുണ്ട്. അത് പറക്കിയെടുത്തിട്ട് അത് ഫുള്ള് സ്പ്രേ പെയിൻറ്റ് ചെയ്യും. ഗോൾഡൻ കളറും സിൽവറൊക്കെ ഇവിടെ സ്പ്രേ പെയിൻറ്റ് കിട്ടും. നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇതുപോലെ തന്നെ സ്പ്രേ ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. 3 പൗണ്ട് 4 പൗണ്ട് എന്ന് പറഞ്ഞൊരു പാക്കറ്റിന്. ഇതിന് ഞാൻ പറഞ്ഞ ഒരുപാട് ഏരിയ ഉണ്ട്. 2 ഏക്കർ 3 ഏക്കർ സ്ഥലത്താണ് ഈ പാർക്ക് കിടക്കുന്നതെന്ന് പറയാൻ കാരണം കേട്ടോ. ഇത്രയും അധികം ഏരിയാസിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കണം ഈ പാർക്ക്. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഡോഗ് വാക്കും, മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്ക്, അങ്ങനെ പല പല ടൈമിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും ഇവിടെ. ആക്ച്വലി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവിടെ നമ്മൾ മാത്രമാണോ ഈ ജോലി എടുക്കുന്നത് ഫുൾ ടൈം. ഇവിടുത്തെ ആൾക്കാരുകൾ മിക്ക സമയത്ത് ഇങ്ങനെ പാർക്കിൽ ഡോഗിനെയൊക്കെ പിടിച്ച് എൻ്റർടൈനായിട്ട് ഇങ്ങനെ നടക്കുന്നൊക്കെ കാണാം. അല്ല, ഡോഗിൻ്റെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് പോവാ. ആ ചേച്ചിയുടെ ഒരു പുള്ളിക്കാരത്തി ഡോഗിനെയും കൊണ്ട് പോകുന്നുണ്ട്. ആ ഡോഗിൻ്റെ അടുത്തേക്ക് പോവാ, ഒരു പേടിയുമില്ല ആക്ച്വലി. സന്തതി ഓടിപ്പോണ ശരിക്കും ആ ഡോഗിൻ്റെ പിന്നാലെ ഓടിപ്പോണേ. നമ്മൾ ഓടിപ്പോവാ ആ ഡോഗിൻ്റെ അടുത്തേക്ക്.